കുഞ്ഞി എല്ലായിടത്തും വെച്ചില്ലേ? ഇന്നലത്തെ പോലെ ഒന്നും മറന്നിട്ടില്ലല്ലോ. അത് പിന്നെ ഇതിപ്പോ സ്ഥിരാവുന്നുണ്ട്. രാവിലെ തന്നെ ബാഗുമായിട്ട് എങ്ങോട്ടാ? ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാ. നേരത്തെ പറഞ്ഞെങ്കിൽ 8:00 കൊണ്ട് ഭക്ഷണം തന്നു വിടാൻ. അത് കുഴപ്പമില്ല, അവിടെ ഉണ്ടാവും. നമുക്കിറങ്ങാം. ആഹാ, ഏട്ടനും പോകുന്നുണ്ടോ? ആ, ഞാൻ പാറുവിനെ കൊണ്ടുപോയിട്ടിങ്ങ് വരും. അല്ലാതെ ഞാൻ അവിടെ നിന്നിട്ട് എന്ത് കാര്യം? എന്നാ നമുക്കിറങ്ങാൻ പാറു. ആ, ഞങ്ങൾ ഇറങ്ങട്ടെ. ഇവരുടെ ഈ പോക്ക് കണ്ടിട്ട് എനിക്കെന്തോ ദുരൂഹത തോന്നുന്നുണ്ട്. ദുരൂഹതയോ? എന്ത് ദുരൂഹത? നമ്മളോട് കള്ളം പറഞ്ഞിട്ട് പോയതാണോ എന്നൊരു സംശയം. കള്ളം പറഞ്ഞിട്ട് പോകുന്ന എന്തിനാ? ക്യാമ്പിന്റെ പേരും പറഞ്ഞിട്ട് രണ്ടുപേരും എങ്ങോട്ടോ കറങ്ങാൻ പോവാ. നമ്മളോട് പറഞ്ഞാ നമ്മളും ചെല്ലുന്ന കരുതി മനഃപൂർവ്വം പറയാത്തതെന്നാ എനിക്കും തോന്നുന്നേ. ഓടി, അവര് ക്യാമ്പിന് പോയത് തന്നെ. നമ്മളോട് വെറുതെ അവര് കള്ളമൊന്നും പറയാറില്ലല്ലോ. ആ, വിശ്വസിച്ചേക്കാ. നീ വിശ്വസിച്ചാലില്ലെങ്കിൽ അവർക്കെന്താ? അവരെവിടെ പോയാലും പുറകെ അന്വേഷിച്ചോണ്ട് നടക്കുക. എവിടെയാ, എങ്ങനെയാ, എന്താന്നൊക്കെ ചോദിച്ചോണ്ട്. റാണി, പഴം പുഴുങ്ങിയതിരിപ്പുണ്ടോ? ഇവിടെ എന്താ നിർത്തിയത് ഗിരിയേട്ടാ? നമുക്കോരോ കരിക്ക് കുടിച്ചിട്ട് പോവാം. പാറു ഇറങ്ങ. ചേട്ടാ ചേട്ടാ, 2 കരിക്കേ. ജോളിഗാത്രം മതി. ശരി. പണ്ട് പാറുവിന് കരിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. തൊടിയിൽ തേങ്ങ വെട്ടാൻ നേരത്ത് പാറുവിന് കരിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് കരഞ്ഞത്. അപ്പോ അപ്പച്ചി പാറുവിനെ ഒരുപാട് തല്ലി. ആ വിഷമത്തിലാണ് ഞാൻ ആദ്യമായിട്ട് ഒരു മരത്തിലോട്ട് കയറുന്നത്. അതെങ്ങനെയാണെന്ന് ഇപ്പോഴും അറിയില്ല കേട്ടോ. എന്റെ കൈയും കാലും നെഞ്ചൊക്കെ ഒരഞ്ഞെങ്കിലും ഞാൻ കരിക്കിട്ട് തന്നു. സത്യം പറഞ്ഞ ഇതൊന്നും എന്റെ ഓർമ്മയെ പോലും ഇല്ല. ഗിരിയേട്ടൻ പറയുമ്പോഴാ പലതും ഓർമ്മ വരുന്നതും അറിയുന്നതും. ഗിരിയേട്ടനൊന്നും മറക്കാറില്ലല്ലോ. കരിക്ക്. ഹലോ, ഏത്? ഓ, നമ്മുടെ ഡോക്ടർ സിദ്ധാർത്ഥോ? സിദ്ധാർത്ഥ ഇപ്പൊ എവിടെയാണെന്ന് ചോദിച്ചാ എന്തായാലും നാട്ടിലില്ല. അവസാനം ഞാൻ അറിഞ്ഞത് അയാൾ ദുബായി പോയെന്നാ.